കെ.ടി. ജലീൽ നടത്തിയിട്ടുള്ള ഒരു ഇഫ്താർ പ്രസംഗം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാവുകയും രാഷ്ട്രീയക്കാരും മതനേതാക്കളുമൊക്കെ അതൊരു വലിയ വിവാദമായി ആഘോഷിക്കുകയും ചെയ്യുകയുണ്ടായി. വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്ന മുജാഹിദുകളുടെ കൂട്ടത്തിലെ ഏറ്റവും തീവ്രവാദികളും ഏറ്റവും വൃത്തികെട്ടവരുമായ ആ ഒരു വിഭാഗക്കാർ നടത്തിയ ഒരു ഇഫ്താർ പാർട്ടിയിൽ വെച്ചാണ് പ്രസ്തുത പ്രസംഗം നടത്തിയത്. അത് മുസ്ലിം സമൂഹത്തിലെ ഒരു സംഘടനക്കാരോട് സ്വകാര്യമെന്ന രീതിയിൽ അദ്ദേഹം അവിടെ പറഞ്ഞതാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ വന്നതോടുകൂടി അതൊരു വലിയ വിവാദമായിട്ട് മാറിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര ചിന്തകന് പറയാനുള്ള ഏറെ പ്രസക്തമായ ഒട്ടേറെ കാര്യങ്ങൾ ലിയാഖത്ത് അലി 2 വീഡിയോകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പ്രധാന നിരീക്ഷണ വിഷയം ആയി ഞാൻ കാണുന്നു എന്നതുകൊണ്ടും എൻ്റെ തന്നെ സ്വന്തം ജീവിതം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സാഹസികമായ പരീക്ഷണമാക്കി മാറ്റുകയും ആ പരീക്ഷണത്തിൽ എൻ്റെ നിരീക്ഷണങ്ങൾ ശരിയാണ് എന്ന് എനിക്ക് 100% വ്യക്തമാവുകയും ചെയ്ത അനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ലിയാഖത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ വിശദമായി ആവർത്തിക്കുന്നില്ല. ജലീൽ അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് വസ്തുതകളുണ്ട്. പറഞ്ഞു തുടങ്ങിയത് മണ്ടത്തരം പറഞ്ഞുകൊണ്ടാണ്, പറഞ്ഞ് അവസാനിപ്പിച്ചത് മരമണ്ടത്തരം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മണ്ടത്തരവും കുറച്ച് വസ്തുതകളും മരമണ്ടത്തരവും ചേർന്ന ഒരു ചെറിയ പ്രസംഗമായിരുന്നു ജലീൽ അവിടെ നടത്തിയത്. നമുക്ക് ജലീലിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടിട്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു ചർച്ചയിലേക്ക് പോകാം. നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. ഞാൻ 10-12 വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാകും. നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കുമോ? അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ? ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അമറുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത്? എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതുസമൂഹം, പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വെള്ളിയാഴ്ച ഖുതുബകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക, പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക.
അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചെറുപ്പക്കാർക്ക്, ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ്. ആരെ വിശ്വസിക്കും അവർ? കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു. വയല് എന്നൊന്നും പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയല് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത്. അങ്ങനെ പ്രതിഫലം വാങ്ങി ചെയ്യുന്നതാണ് വയല് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർ പറയുന്നതിന് പുല്ലുവില പോലും കൽപ്പിക്കില്ല, പുല്ലുവില. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളും, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റുമോ അത്രയും അകന്നു നിൽക്കുക. പൂർണ്ണമായിട്ടും അകന്നു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ അകന്നു നിന്നേ പറ്റൂ. അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം, വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം. മദ്രസ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ വെറുതെ ചോദിച്ചു, വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം. പരമ്പരാഗതമായിട്ടുള്ള മദ്രസ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടോ? സിലബസിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ? ഇക്കാര്യങ്ങളൊക്കെ വിസ്ഡം പോലെയുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട്, കാരണം ഇതൊരു സ്വയം വിമർശനത്തിൻ്റെ സദസ്സാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ളതല്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകന്മാരായിട്ടുള്ള വിസ്ഡം ഗ്രൂപ്പിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇവിടെ ജലീൽ പറഞ്ഞു തുടങ്ങുന്ന ആദ്യ ഭാഗം തന്നെ മണ്ടത്തരമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഏറ്റവും കൂടുതൽ ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കുന്നത്, ഏറ്റവും കൂടുതൽ ധാർമ്മിക പാഠങ്ങൾ ലഭിക്കുന്നത് മുസ്ലിം സമൂഹത്തിലാണ്. എന്നിട്ടും മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള കുട്ടികളും ചെറുപ്പക്കാരും ധാർമ്മിക രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞതിലെ മണ്ടത്തരം, മുസ്ലിം സമൂഹമാണ് ഏറ്റവും കൂടുതൽ ധാർമ്മിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് പകർന്നു നൽകുന്നത് എന്നതാണ്. മുസ്ലിം സമൂഹം പകർന്നു നൽകുന്ന ധാർമ്മികത എന്ന് പറയുന്നത് മതമാണ്. ഈ മതത്തിലൂടെയാണ് ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ധാർമ്മിക പാഠങ്ങൾ പരിശീലിപ്പിക്കേണ്ടത് എന്ന അബദ്ധധാരണയിൽ നിന്നാണ് ജലീൽ തൻ്റെ മണ്ടത്തരം പറഞ്ഞു തുടങ്ങുന്നത്. ധാർമ്മികത എന്നത് മതം പഠിപ്പിക്കുന്ന കുറേ കെട്ടുകഥകളല്ല എന്ന പ്രാഥമികമായ പാഠമാണ് നമ്മൾ മതേതര ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അതിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് 3-4 തവണ MLA മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഈ ധാർമ്മികതയെ ഈ രീതിയിൽ മതവുമായി കൂട്ടിച്ചേർത്ത് ചിന്തിക്കുന്നതും പറയുന്നതും തന്നെ രാജ്യവിരുദ്ധമാണ്, അധാർമികമായൊരു പ്രവൃത്തിയാണ്. ഇതാണ് ആദ്യം പറയാനുള്ളത്. മുസ്ലിം സമൂഹമാണ് ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസം നൽകുന്നത് എന്ന് പറഞ്ഞത് ശരിയാണ്. അതാണ് ധാർമ്മിക വിദ്യാഭ്യാസം എന്ന രീതിയിൽ പറഞ്ഞതാണ് തെറ്റ്. ഇവിടെ മതവിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ കുത്തിവെക്കുന്ന ഒരു സമൂഹം മുസ്ലിം സമൂഹമാണ്. അത് വളരെ ശരിയുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് ക്രിസ്ത്യൻ സമൂഹമാണ്. ഈ മതവിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് തന്നെ ഇല്ലാത്ത, വെള്ളിയാഴ്ചയും മദ്രസയും ഇല്ലാത്ത ഹിന്ദു സമൂഹം, ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം, അവർക്കിടയിലാണ് ജലീൽ പറയുന്ന തരത്തിലുള്ള പൊതു ധാർമ്മികതയുടെ നിലവാരം ഉയർന്നു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ജലീൽ ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയ്ക്ക് 10-18 വർഷം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അവിടെ പങ്കുവെക്കുകയുണ്ടായി. ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് കോളേജിൽ അച്ചടക്കം പാലിക്കുന്ന കാര്യത്തിലും അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിലും മറ്റു ധാർമ്മികമായ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലുമൊക്കെ താരതമ്യേന ഏറ്റവും മോശമായിട്ട് കാണുന്നത്. അതേസമയത്ത് ഈ മതവിദ്യാഭ്യാസം ഒട്ടും തന്നെ ലഭിക്കാത്ത അല്ലെങ്കിൽ മതപാഠശാലകളില്ലാത്ത സമൂഹങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ കോളേജിൽ കൂടുതൽ അച്ചടക്കം പാലിക്കുന്നു, കൂടുതൽ മര്യാദ പാലിക്കുന്നു, കൂടുതൽ ധാർമ്മികത പുലർത്തുന്നു എന്നതാണ് അനുഭവം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മതവിദ്യാഭ്യാസം കിട്ടിയാൽ കുട്ടികൾക്ക് ധാർമ്മികത ഉണ്ടാകും എന്ന മിഥ്യാധാരണ ഉറപ്പിച്ചുകൊണ്ടാണ് ജലീൽ അവിടെ
ഈ സംസാരം നടത്തിയിട്ടുള്ളത്. ജലീൽ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയക്കാരെല്ലാം ചാടിയിറങ്ങി. രാഷ്ട്രീയക്കാർ തങ്ങളുടെ എതിർ കക്ഷിയിൽപ്പെട്ട ഒരാൾ എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ വളച്ച് തിരിച്ച് തങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ്. അതിനപ്പുറം ഒരു ധാർമ്മികതയും നമ്മുടെ രാഷ്ട്രീയക്കാർക്കില്ല. അതുകൊണ്ട് ജലീലിൻ്റെ എതിർ രാഷ്ട്രീയക്കാരൊക്കെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും വർഗീയ മുതലെടുപ്പ് നടത്താനും മതം പറഞ്ഞുകൊണ്ട് ആളുകളെ ഇളക്കിവിടാനും അത് പാർട്ടിക്കെതിരായിട്ട് തിരിക്കാനും ജലീലിനെതിരായിട്ട് തിരിക്കാനും ഒക്കെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വളച്ചും തിരിച്ചും പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് മതരംഗത്തുള്ള ആളുകൾ ഇത് മതത്തിനിട്ട ഒരു കുത്ത് ജലീലിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയെന്നും അത് രാഷ്ട്രീയമായിട്ട് എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ചുമൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മതം പ്രസംഗിച്ചുകൊണ്ട് ഇതാണ് ധാർമ്മികത എന്ന് പാടി നടക്കുന്ന ആളുകൾക്ക് ഇത് കുറച്ച് പിടച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നതുകൊണ്ട് അവരും രംഗത്തുണ്ട്. ഇങ്ങനെ പലരും പലതരത്തിലുള്ള പ്രതികരണങ്ങളുമായിട്ട് രംഗത്തുണ്ട്. അതിനെ എപ്രകാരമാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നറിയാതെ ജലീലും ജലീലിൻ്റെ കൂടെയുള്ളവരുമൊക്കെ പ്രതിസന്ധി നേരിടുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. മാപ്പ് പറഞ്ഞു എന്നോ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും വസ്തുത അറിയില്ല. എന്തായാലും വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്ന ആ സംഘടനക്കാർ അവരുടെ ആ വീഡിയോ പോലും ഇന്ന് പുറത്തിറക്കി കാണുന്നില്ല. അതെല്ലാം പൂത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ കേൾക്കേണ്ടവരൊക്കെ അത് കേട്ട് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ജലീൽ പറഞ്ഞ ആ കാര്യങ്ങൾ ജലീൽ പുതുതായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് എന്ന് കരുതുന്നില്ല. എന്ന് മാത്രമല്ല, ജലീൽ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ ജലീൽ അല്ലാത്ത ഒരുപാട് ആളുകൾ, മതനേതാക്കൾ ഉൾപ്പെടെയുള്ള പല ആളുകളും പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. അതേ വേദിയിൽ തന്നെ ചില ആളുകൾ ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും ഈ സമയത്ത് പറയുന്നുണ്ട്. അതുകൂടാതെ സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി തങ്ങൾ ഏതാണ്ട് ഇതേ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു വീഡിയോ ജലീൽ തന്നെ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിനു മുമ്പും പതിറ്റാണ്ടുകൾക്ക് മുമ്പും വർഷങ്ങൾക്ക് മുമ്പും ഇതേ അഭിപ്രായങ്ങളും ഇതേ ആശയങ്ങളും പങ്കുവെക്കുകയും ഈ ആശങ്കകൾ മതരംഗത്ത് പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് മത നേതാക്കൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ജലീലിനെതിരായിട്ട് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന മീഡിയ വണ്ണിലെ ദാവൂദും കൂട്ടരുമൊക്കെ പഴയ മാധ്യമത്തിൻ്റെ പത്രത്തിൻ്റെ താളുകൾ ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ അറിയാം. മാധ്യമം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ തന്നെ ഇതേ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഉൾപ്പെടെയുള്ള മൗദൂദി നേതാക്കന്മാർ പലതവണ എഴുതിയിട്ടുണ്ട്. മൗദൂദി നേതാക്കന്മാരല്ലാത്തവരും മാധ്യമം പത്രത്തിൽ തന്നെ ഇതേ കാര്യങ്ങൾ എഴുതിയത് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 40 കൊല്ലമായിട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന, നിരീക്ഷിക്കുന്ന, ഏതാണ്ട് ഒരു ഗവേഷണപരമായ പഠനം തന്നെ നടത്തിയിട്ടുള്ള ഒരു വിഷയമാണിത്. ജലീൽ അദ്ദേഹത്തിൻ്റെ കോളേജ് അധ്യാപക ജീവിതത്തിലെ അനുഭവങ്ങൾ പറഞ്ഞു. അതുപോലെ എനിക്ക് എൻ്റെ 40 കൊല്ലത്തെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലക്കുള്ള അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും എനിക്കും അതേ അനുഭവങ്ങൾ തന്നെയാണ് സ്കൂളുകളിൽ നിന്ന് നേരിട്ടിട്ടുള്ളത്. നമ്മൾ അധ്യാപകരുടെ മുമ്പിൽ ഒരു 30 കുട്ടികൾ ഒരു ക്ലാസ്സിൽ വന്നിരിപ്പുണ്ടെങ്കിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ സങ്കീർണത എന്ന് പറയുന്നത് ആ 30 കുട്ടികളും 30 തരത്തിൽ പെരുമാറുന്ന കുട്ടികളാണ് എന്നതാണ്. പഠന കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റമാണ് ഈ കുട്ടികളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ആ വളരെ വ്യത്യസ്തമായ പെരുമാറ്റമുള്ള ഈ 30 കുട്ടികളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അധ്യാപകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികൾ എന്തുകൊണ്ട് പെരുമാറ്റത്തിൽ ഇത്തരം വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഈ വ്യത്യാസങ്ങൾ കാണിക്കുന്നു എന്നത് ക്ലാസ്സിലിരിക്കുന്ന ആ കുട്ടികളുടെ ക്ലാസ്സിലെ പെർഫോമൻസ് മാത്രം നോക്കിയിട്ടല്ല നമ്മൾ വിലയിരുത്തുന്നത്. അവിടെയാണ് കുട്ടികളുടെ മനഃശാസ്ത്രം, സാമൂഹികമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങളുമായി കുട്ടികളുടെ പെരുമാറ്റമൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ ഒരുപാട് സങ്കീർണതയുള്ള വിഷയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതെല്ലാം മനസ്സിലാക്കി അതിനെയൊക്കെ ഒരു നിരീക്ഷണം നടത്തി അതിനെയൊക്കെ ഒരു ഗവേഷണപരമായ പഠനം നടത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ കാരണങ്ങളും വളരെ സങ്കീർണമാണ് എന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പരിഹാരങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നും മനസ്സിലാവുക. ഞാൻ എൻ്റെ ക്ലാസ്സിൽ വന്നിട്ടുള്ള കുട്ടികളിൽ ഈ പെരുമാറ്റ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് തരം കുട്ടികളാണ് ജലീൽ പറഞ്ഞതുപോലെ അച്ചടക്കമുള്ള കുട്ടികളായിട്ട്, നല്ല പെരുമാറ്റമുള്ള കുട്ടികളായിട്ട്, നമ്മൾ ധാർമ്മികത എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളായിട്ട് നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്നത് ഏതു തരം കുട്ടികളാണ് എന്ന് പരിശോധിക്കുമ്പോൾ ആ കുട്ടികളുടെ കുടുംബ സാഹചര്യങ്ങൾ എന്താണ്,
ആ കുട്ടികളുടെ രക്ഷിതാക്കൾ എങ്ങനെയുള്ളവരാണ്, ആ കുട്ടികളുടെ രക്ഷിതാക്കൾ നേടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്താണ്, ആ കുട്ടികളുടെ കുടുംബത്തിലെ സാമൂഹികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള ചുറ്റുപാടുകൾ എന്താണ്, ആ കുട്ടികളുടെ കുടുംബത്തിലെ കുടുംബപരമായ ബന്ധങ്ങൾ ഏത് തരത്തിലുള്ളതാണ് തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ നമ്മൾ നിരീക്ഷിക്കേണ്ടതായി വരും. ഇതെല്ലാം കുട്ടിയുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ജലീലിൻ്റെ പ്രസംഗത്തിൽ മുസ്ലിം സമുദായമാണ് ഏറ്റവും കൂടുതൽ ധാർമ്മിക പാഠങ്ങൾ പകർന്നു നൽകുന്നത് എന്ന മണ്ടത്തരത്തോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു മണ്ടത്തരമാണ് ഈ മതപാഠശാലകളൊന്നുമില്ലാത്ത ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ധാർമ്മികമായി മുന്നിട്ട് നിൽക്കുന്നു, അവർക്ക് യാതൊരു ധാർമ്മിക വിദ്യാഭ്യാസവും ഒരു ധാർമ്മിക പാഠവും ലഭിക്കുന്നില്ല എന്നത്. അത് ശുദ്ധ മണ്ടത്തരം. ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ ഭൗതികമായ ജീവിതത്തിന്, സാമൂഹികമായ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ധാർമ്മിക പാഠങ്ങൾ എന്ന് പറയുന്നത് മതം കുത്തിച്ചെലുത്തുന്നതിലൂടെയുള്ള ധാർമ്മിക പാഠങ്ങളല്ല, മറിച്ച് ജീവിതത്തിലൂടെ പരിശീലിപ്പിക്കപ്പെടുന്ന ധാർമ്മികതയാണ്. ആ കുട്ടികൾക്ക് ലഭിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് പകർന്നു ലഭിക്കുന്ന ധാർമ്മികതയാണ്. ആ കുട്ടികൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് ആ കുട്ടികൾ ആർജിച്ചെടുക്കുന്ന ധാർമ്മികതയാണ്. അതാണ് മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത്. ഇതിലെല്ലാം കുട്ടികൾ പരിശീലിക്കപ്പെടുന്നുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ അറിഞ്ഞും അറിയാതെയും കുട്ടികൾ ധാർമ്മിക പാഠങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും ഈ കുട്ടികളെ സ്നേഹിക്കുകയും ആ കുട്ടികളെ നല്ല രീതിയിൽ ആഹാരം കൊടുത്ത് വളർത്തുന്നതോടൊപ്പം ആ കുട്ടികളുടെ മാനസികവും ബൗദ്ധികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായ അളവിൽ ആവശ്യമായ സമയത്ത് വേണ്ട അറിവുകൾ പകർന്നു നൽകുകയും വേണ്ട പരിശീലനം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കുട്ടിയും ചേർന്ന ഒരു കെമിസ്ട്രി വളരെ മനഃശാസ്ത്രപരമായ ഒരു അന്തരീക്ഷത്തിലുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ല കുട്ടികളായിട്ട് കാണപ്പെടുന്നത്. ധാർമ്മികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പോൾ കുട്ടികളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, ഈ അച്ഛനമ്മമാരും കുട്ടിയും തമ്മിലുള്ള ബന്ധം, ഈ ഒരു ത്രികോണ ബന്ധത്തിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള വശങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമാണെങ്കിൽ ആ കുട്ടികൾക്ക് ശരിയായ ധാർമ്മിക പാഠങ്ങൾ പരിശീലനമായി കുടുംബജീവിതത്തിൽ നിന്നും സാമൂഹിക ജീവിതത്തിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ ശരിയായ ധാർമ്മിക പാഠങ്ങൾ ഉൾക്കൊണ്ട് വളർന്നു വരും. എന്നാൽ കുടുംബാന്തരീക്ഷം ശരിയല്ല എങ്കിൽ, അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം ശിഥിലമാണെങ്കിൽ, അച്ഛനമ്മമാർക്ക് കുട്ടികളുമായിട്ടുള്ള ബന്ധം വേണ്ട രീതിയിലല്ലെങ്കിൽ, ഈ ത്രികോണ ബന്ധം കുടുംബങ്ങളിൽ ഇല്ല എങ്കിൽ കുട്ടിയുടെ ധാർമ്മിക വളർച്ചയിലും കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതിയിലുമൊക്കെ ഈ അച്ഛനമ്മമാർ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയും കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുകയും സഹായങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷം ഇല്ല എങ്കിൽ ആ കുട്ടികൾ അധാർമികരായി പോകാനും വഴിതെറ്റിപ്പോകാനും പഠനത്തിൽ പിന്നോക്കം പോകാനും പെരുമാറ്റത്തിൽ മോശക്കാരാവാനും ഒക്കെയുള്ള സാധ്യത അവിടെ കിടക്കുന്നു. ഞാൻ നിരീക്ഷിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്ന്, കുടുംബങ്ങളിലെ ഈ അച്ഛൻ അമ്മ കുട്ടി ഈ ബന്ധങ്ങൾ ശരിയല്ല എങ്കിൽ അത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് പലപ്പോഴും നമുക്ക് തലവേദനയായി മാറുന്ന പെരുമാറ്റം കാഴ്ചവെക്കുന്നത്. അച്ഛനും അമ്മയും തമ്മിൽ ചിലപ്പോൾ ഡൈവോഴ്സ് ചെയ്ത് പിരിഞ്ഞിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അച്ഛൻ നേരം വെളുത്തെണീറ്റ് അച്ഛൻ്റേതായൊരു ലോകത്തേക്ക് പോകുന്നു. കുട്ടി കിടന്നുറങ്ങിയതിന് ശേഷം മാത്രം അച്ഛൻ തിരിച്ചു വരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഈ കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്താണെന്നറിയില്ല, കുട്ടിയെ പഠിപ്പിക്കാൻ സഹായിക്കേണ്ടത് ഏത് രീതിയിലാണെന്നറിയില്ല, കുട്ടിയെ എന്ത് ധാർമ്മിക പാഠമാണ് പഠിപ്പിക്കേണ്ടതെന്നറിയില്ല. അമ്മ ഒന്നും അറിയാതെ ഒരു ലോകത്ത്. അപ്പോൾ അമ്മയുമായിട്ടും കുട്ടിക്ക് കാര്യമായ ഒരു ബന്ധമുണ്ടാവില്ല, ആത്മബന്ധമുണ്ടാവില്ല. അച്ഛനും കുട്ടിയും തമ്മിൽ ഒരു ബന്ധമുണ്ടാവില്ല. അച്ഛനും അമ്മയും ഒരുമിച്ച് കുട്ടിയുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളും വീട്ടിലുണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും ഈ കുട്ടി വേറൊരു ലോകത്താണ് വളരുക. ആ കുട്ടി പുറം ലോകത്ത് ആ കുട്ടിയെ പോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ടുള്ള സൗഹൃദം, അതുപോലത്തെ ഈ പറഞ്ഞതുപോലെയുള്ള അധോലോകത്തേക്കൊക്കെ കുട്ടികൾ പോകാനുള്ള സാധ്യതകളൊക്കെ അവിടെ വളർന്നു വരികയാണ്. അപ്പോൾ കുടുംബത്തിനകത്ത് ഒരു നല്ല അന്തരീക്ഷം, മനഃശാസ്ത്രപരമായി ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ആരോഗ്യകരമായി വളരാൻ ആവശ്യമായ സാഹചര്യങ്ങളില്ല എങ്കിൽ ആ കുട്ടികൾ പെരുമാറ്റ ദൂഷ്യം കാണിക്കുന്നു. ഇവിടെയാണ് മുസ്ലിം സമുദായത്തിൽ എന്തുകൊണ്ടാണ് കുട്ടികളിൽ അധികവും ഇങ്ങനെ പെരുമാറുന്നത് എന്നതിൻ്റെ ഉത്തരം കുടികൊള്ളുന്നത്. അവിടെയാണ് നമ്മളൊക്കെ പഠനം നടത്തിയിട്ടുള്ളത്.
മുസ്ലിം സമുദായത്തിൽ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എൻ്റെ തലമുറയിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. ഇന്നത്തെ പുതിയ തലമുറയല്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ള തലമുറയിലെ കാര്യങ്ങളാണ്. 10, 25, 30 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളാണ്. അന്നത്തെ ഒരു സാഹചര്യമാണ് ഞാനീ പറയുന്നത്. മുസ്ലിം കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും തമ്മിൽ കാര്യമായ ആത്മബന്ധങ്ങളില്ല. കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു ബന്ധമല്ലാതെ ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ആത്മബന്ധം കുറവാണ്. ഈ അച്ഛനും അമ്മയും കുട്ടിയും കൂടി ചേർന്ന ഒരു ത്രികോണ ബന്ധം മിക്ക കുടുംബങ്ങളിലും ഇല്ല. അച്ഛൻ അച്ഛൻ്റേതായ ഒരു ലോകത്ത്, അമ്മ അമ്മയുടേതായ ഒരു കരി പിടിച്ച ലോകത്ത്, കുട്ടി കുട്ടിയുടേതായ ഒരു ലോകത്ത്. ഇങ്ങനെയാണ് മുസ്ലിം കുടുംബങ്ങളിൽ കുട്ടികൾ വളരുന്നത്. അച്ഛനും അമ്മയും തമ്മിൽ വലിയ പ്രായവ്യത്യാസമുണ്ടാവും. ആത്മബന്ധമില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരിക്കും. ചിലപ്പോൾ വിവാഹമോചനം ചെയ്ത് പിരിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ തൊഴിലിന് വേണ്ടി വിദേശത്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഈ കുട്ടിയുമായി ഒരാത്മബന്ധം പുലർത്താത്ത അച്ഛൻ, കുട്ടിയുമായി ഏതുതരം ബന്ധമാണ് പുലർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത അമ്മ, ഈ രണ്ട് ഭാഗത്തു നിന്നും കിട്ടേണ്ടതൊന്നും കിട്ടാതെ വളരുന്ന കുട്ടി. ഇത്തരം സാമൂഹ്യ അന്തരീക്ഷം മുസ്ലിം കുടുംബങ്ങളിൽ ഉള്ളതാണ് കുട്ടികൾ പിന്നോക്കം പോകാനുള്ള ഒരു കാരണം. മറ്റൊരു കാരണം, ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ എൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അമ്മമാരോട് സംസാരിച്ചതായി ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യം, അത് ഞാൻ ഈ ജലീലിൻ്റെയൊക്കെ പ്രസംഗം വരുന്നതിന് മുമ്പ് തയ്യാറാക്കിയ വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഞാൻ അമ്മമാരോട് പോയി സംസാരിച്ച ഒരു കാര്യം പറയുന്നിടത്ത് ഇതേ വിഷയം ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ എന്നാണ് അമ്മമാരോട് ഞാൻ ഉപയോഗിച്ച വാക്ക്. അല്ലാതെ ജലീൽ പറഞ്ഞതുപോലെ മദ്രസയിൽ പോകുന്ന കുട്ടികളെന്നോ മുസ്ലിങ്ങളായ കുട്ടികളെന്നോ അല്ല, നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് പത്ര കട്ടിങ്സൊക്കെ കാണിച്ച്, ഇത് കണ്ടോ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പത്രങ്ങളിൽ നിരന്നു നിൽക്കുന്നത്, ഇവർ മയക്കുമരുന്ന് മാഫിയ, വണ്ടി മോഷണ മാഫിയ, ബാങ്ക് കൊള്ള മാഫിയ എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കപ്പെട്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആവുന്നത് എന്തുകൊണ്ട്, 18, 19 വയസ്സായ കുട്ടികൾ. ഇതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത്. ഈ കുട്ടികൾ 10ാം ക്ലാസ് തോറ്റ് പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, കഴുകനെ പോലെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ അധോലോക മാഫിയ സംഘങ്ങൾ. അവർ ആ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് പോലെ ഈ കുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതോട് കൊണ്ടുപോവുകയും ഇത്തരം ക്രിമിനൽ മാഫിയകളിൽ അവർക്ക് അക്കോമഡേഷൻ നൽകുകയും ചെയ്യുന്നു. ഈ സാഹചര്യം ഉണ്ടാവാൻ കാരണം ഈ കുട്ടികൾ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കുടുംബ സാഹചര്യങ്ങളിൽ വളരുന്നതുകൊണ്ട് ആ കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാതെ, ശരിയായ ധാർമ്മിക പാഠങ്ങൾ ലഭിക്കാതെ കുട്ടികൾ ഇങ്ങനെ ആയിത്തീരുന്നു. അതിൻ്റെ പ്രധാന കാരണം, അമ്മമാരോട് ഞാൻ പറഞ്ഞ പ്രധാന കാരണം, കുട്ടികൾ കുട്ടികളെ പ്രസവിക്കുന്നു എന്ന ദുരവസ്ഥയാണ്. 13, 14 വയസ്സായ കുട്ടികളെ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിൽ നിന്ന് കല്യാണം കഴിച്ച് വിടുകയും ആ കുട്ടികൾ സ്വന്തം കുട്ടിത്തം വിടുന്നതിന് മുമ്പ് ഒരു കുട്ടിയെ പ്രസവിക്കാനുള്ള ശാരീരിക ആരോഗ്യമോ ഒരു കുട്ടിയെ വളർത്താനുള്ള മാനസിക പക്വതയോ വളർച്ചയോ അറിവോ ലഭിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച് കുട്ടികളെ പ്രസവിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ആ കുട്ടികളെ ആ കുട്ടികളുടെ അമ്മമാർക്ക് പകരം അമ്മമാരുടെ അമ്മമാരോ അച്ഛൻ്റെ അമ്മമാരോ ഒക്കെ വളർത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് മുസ്ലിം കുടുംബങ്ങളിലുള്ളത്. ഈ അമ്മയും ഈ അച്ഛനും തമ്മിൽ പ്രായവ്യത്യാസമുണ്ടായിരിക്കും. അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രായവ്യത്യാസം മാത്രമല്ല പ്രശ്നം, അവർ തമ്മിലുള്ള ആത്മബന്ധം അത് വളരെ യാന്ത്രികമായ ഒരു ബന്ധമായിട്ടാണ് പൊതുവെ മുസ്ലിം സമുദായത്തിൽ പണ്ടത്തെ കാലത്തൊക്കെ കണ്ടിരുന്നത്. പുതിയ തലമുറയിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ആ കാലത്ത് അങ്ങനെയല്ല. സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ വളരെ പ്രാകൃതമാണ് പൊതുവിൽ മുസ്ലിം സമുദായത്തിനകത്ത്. ഇത്തരത്തിലുള്ള ഒരു കുടുംബ അന്തരീക്ഷത്തിൽ വളരുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പലരും പഠനത്തിൽ പിന്നോക്കം പോവുകയും അവസാനം ഏതെങ്കിലും അധോലോക ക്രിമിനൽ മാഫിയയുടെ പിടിയിൽ അകപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് പൊതുവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എന്നാൽ ഇവിടെ പ്രസക്തമാകുന്ന മറ്റൊരു പ്രധാന കാര്യം, നമ്മളൊക്കെ ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ കാലത്തും നമ്മൾ ഈ മതം വിട്ട് മതത്തിനെതിരായിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങിയ ആ കാലം തൊട്ട് ഇന്ന് വരെയും നമ്മൾ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മതമാണ് മനുഷ്യരിൽ ധാർമ്മികത ഉണ്ടാക്കുന്നത്, മതം പഠിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യരൊക്കെ വഴിതെറ്റിപ്പോകും എന്നുള്ള ഈ ഒരു പല്ലവി കേട്ട് 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 മരവിച്ച കാതുകളാണ് നമ്മുടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബജീവിതം, എൻ്റെ മക്കളെയൊക്കെ ഞാൻ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. സാഹസികമായ ആ പരീക്ഷണത്തിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു അനുഭവസ്ഥൻ കൂടിയാണ് ഞാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എൻ്റെ ഉമ്മ
എൻ്റെ മക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്നോട് പലപ്പോഴും ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ മക്കൾ ഗുണം പിടിക്കില്ലടോ, നിൻ്റെ മക്കൾ നിനക്കും ഈ കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഗുണവും ചെയ്യില്ല, അവരൊക്കെ പിഴച്ചു പോകും എന്ന് എൻ്റെ ഉമ്മ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്താ ഉമ്മ അതിന് കാരണം പറയുന്നതെന്നറിയോ? ഞാൻ കുട്ടികളെ മദ്രസയിൽ അയക്കുന്നില്ല, മകൻ്റെ സുന്നത്ത് ചെയ്യുന്നില്ല, മതപരമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇല്ലാതെയാണ് നമ്മൾ ജീവിച്ചതും കുട്ടികളെ വളർത്തിയതും. അത് ഉമ്മാൻ്റെ മുമ്പിൽ നിന്ന് തന്നെയാണ് കുട്ടികളെ ചെറുപ്രായത്തിൽ അങ്ങനെ വളർത്തിയത്. ഉമ്മക്ക് അതിലുള്ള അരിശം ഇടക്കിടക്ക് ഉമ്മ അതുപോലെ ശാപവാക്കുകളായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ശാപവാക്കുകളിലും ഈ സമൂഹത്തിൽ നിന്ന് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളിൽ നിന്ന്, പല കോണുകളിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാന ആക്ഷേപവും ഇത് തന്നെയായിരുന്നു. മതം പഠിപ്പിക്കാതിരുന്നാൽ കുട്ടികൾ വഴിതെറ്റിപ്പോകും, കുട്ടികൾ ധാർമ്മികതയില്ലാതെ വളരും, അങ്ങനെ അവർ സമൂഹത്തിൽ ക്രിമിനലുകളായി മാറും. ഇങ്ങനെ ഒരു അബദ്ധധാരണയാണ് ഒരു പൊതുബോധമായിട്ട് നമ്മുടെ സമൂഹം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ആ പൊതുബോധത്തിൻ്റെ ഇരുട്ടറയിൽ നിന്നുകൊണ്ടാണ് എ.ടി. ജലീൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതും അതുകൊണ്ടാണ്. മനുഷ്യൻ്റെ ധാർമ്മികതയും മതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ല എന്ന് പറഞ്ഞുകൂടാ, ഉള്ള ബന്ധം നെഗറ്റീവാണ് എന്നതാണ് എൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് മതബോധനം ഏറ്റവും കൂടുതലുള്ള സമൂഹത്തിൽ താരതമ്യേന ധാർമ്മികത കുറഞ്ഞു കാണുന്നത്. അപ്പോൾ മതബോധനവും മതവും ധാർമ്മികതയും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞുകൂടാ, ഉള്ള ബന്ധം വിപരീതാനുപാത ബന്ധമാണ്. മതബോധവും മതവിശ്വാസവും മതതീവ്രതയും കൂടുന്നതിനനുസരിച്ച് ആ മനുഷ്യരിൽ ധാർമ്മികത കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം മതം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്ക് മാനദണ്ഡമായി സ്വീകരിക്കാൻ പറ്റിയ ഒരു സാധനം അല്ല എന്നത് തന്നെയാണ്. മതങ്ങളിൽ ധാർമ്മികതയെക്കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ മതത്തിൽ ധാർമ്മികത വിഷയങ്ങളില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, മതങ്ങൾ മനുഷ്യരിൽ കുത്തിവെക്കുന്ന ധാർമ്മികത എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിനും അനുയോജ്യമല്ല. അവിടെ ധാർമ്മികതയുടെ മാനദണ്ഡങ്ങൾ വേറെയാണ്, അവിടുത്തെ ധാർമ്മിക നിയമങ്ങളും ചട്ടങ്ങളും വേറെയാണ്. അവിടെ ധാർമ്മികതയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾ പോലും പ്രാകൃതമായ ഒരു ഗോത്രകാലത്തെ ഗോത്ര മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി ഗോത്ര നേതാക്കന്മാർ പടച്ചുണ്ടാക്കിയിട്ടുള്ള കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു മതേതര രാജ്യത്താണ്, ഒരു ജനാധിപത്യ സമൂഹത്തിലാണ്, ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ, അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള ധാർമ്മികതയാണ് നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം നൽകപ്പെടേണ്ടത്. അങ്ങനെയുള്ള പരിശീലനം നൽകുന്നതിൽ ഈ മതഭ്രാന്ത് കൂടുതലുള്ള സമൂഹങ്ങൾ പിന്നോട്ട് പോവുകയും അവർ അവരുടെ മതകിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ള പ്രാകൃത ഗോത്രകാലത്തെ ധാർമ്മികത മാത്രം വലിയ ഗൗരവമുള്ള വിഷയങ്ങളായിട്ട് പഠിപ്പിക്കുകയും ഈ കാലത്ത് സമൂഹത്തിൽ പഠിപ്പിക്കേണ്ട സാമൂഹിക ധാർമ്മികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠങ്ങളെ ഒന്നുകിൽ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുകയോ ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഈ മതബോധനം കൂടുതലുള്ള സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് ധാർമ്മികത കുറഞ്ഞു കാണുന്നത്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പല തവണ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഖുർആൻ ക്ലാസ്സിലായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് വിഷയത്തിലായാലും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ നേരിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യവും ഏറ്റവും വലിയ അധിക്ഷേപവും, ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന അധിക്ഷേപവും ഇത് തന്നെയാണ്. മതമില്ലാതായാൽ ധാർമ്മികത ഇല്ലാതാവും. എന്നിട്ട് എന്തേ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നത്? മതമുള്ളവർക്ക് ധാർമ്മികത കൂടുതൽ കാണണ്ടേ എന്നതാണ് ചോദ്യം. ആ ചോദ്യം തന്നെയാണ് ജലീൽ അവിടെ ഉന്നയിച്ചത്. ജലീൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലാണ് അത് ഉന്നയിച്ചത്. അത് പുറത്തേക്ക് വന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ചർച്ചയായത്. പുറത്തേക്ക് വരാൻ ഉദ്ദേശിച്ചല്ല അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. ഒരു ഇഫ്താർ പാർട്ടിയിൽ പ്രസംഗിച്ചത് ഒരു ആത്മപരിശോധന അല്ലെങ്കിൽ ഒരു സ്വയം വിമർശനം എന്ന നിലക്കാണ്. അത് പുറത്തു വന്നപ്പോഴാണ് ഇത് ചർച്ചയായത്. പക്ഷേ സ്വയം വിമർശനത്തിന് വേണ്ടി അവിടെ പറഞ്ഞതാണെങ്കിലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായൊരു വിഷയത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എന്താ വിഷയം? മനുഷ്യർക്ക് ധാർമ്മികത ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ധാർമ്മികത എന്നും എങ്ങനെയാണ് ധാർമ്മികത പരിശീലിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആധുനിക കാലത്ത് മനഃശാസ്ത്രപരമായിട്ടുള്ള അറിവ്, തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്.
ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരുപാട് ഘടകങ്ങൾ. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയിൽ ധാർമ്മിക പാഠങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അവിടെ അച്ഛനമ്മമാരുടെ കുട്ടിയുമായുള്ള ആത്മബന്ധം, അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, കുടുംബത്തിലെ അന്തരീക്ഷം, കുട്ടി വളരുന്ന സാമൂഹിക ചുറ്റുപാട്, കുട്ടി കളിച്ചു വളരുന്ന കൂട്ടുകാരുമായൊക്കെ ബന്ധപ്പെട്ടുള്ള സാമൂഹികമായ ചുറ്റുപാടുകൾ, ഇതെല്ലാം ഒരു കുട്ടിയുടെ ധാർമ്മികതയിൽ പതുക്കെ പതുക്കെ കടന്നുകൂടുന്ന കാര്യങ്ങളാണ്. ചിലതൊക്കെ നമ്മൾ ബോധപൂർവം കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ പലതും സ്വാഭാവികമായി കുട്ടിയുടെ ചുറ്റുപാടിൽ നിന്ന് ആർജിച്ചെടുക്കുന്നു. അവിടെയെല്ലാം നമ്മൾ ഇടപെടേണ്ടത്. നമ്മളറിയാതെ നമ്മൾ നമ്മുടെ കുട്ടികളെ തെറ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അഴിമതി നമ്മുടെ ഒരു സംസ്കാരമാണ്. അഴിമതി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംസ്കാരമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള ഒരു അവികസിത രാജ്യത്ത് ഇത്രയേറെ അഴിമതി നടക്കുന്നത്? അതിൻ്റെ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിലുള്ള അപര്യാപ്തതകൾ അതിന് പ്രധാന കാരണമാണ്. അതോടൊപ്പം തന്നെ സ്വന്തം കാര്യം നേടാൻ വേണ്ടി കുറുക്കു വഴികളിലൂടെ പരിശ്രമിക്കുക എന്നത് നമ്മൾ ഒരു നല്ല കാര്യമായിട്ടാണ് നമ്മുടെ കുട്ടികളെ പോലും പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാര്യം നേടാൻ, നമുക്കൊരു ജോലി നേടാൻ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു കാര്യം സാധിച്ചെടുക്കാൻ, നമുക്കൊരു ഓഫീസിൽ നിന്നൊരു കാര്യം സാധിച്ചെടുക്കാൻ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുക? ഏതെങ്കിലും കുറുക്കു വഴിയിൽ, അതായത് പ്രോപ്പർ ചാനലിൽ നിന്ന് മാറി നമ്മുടെ കാര്യം പെട്ടെന്ന് സാധിച്ചെടുക്കാൻ എന്തെങ്കിലും ചുളുക്കുവിദ്യ ഉണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കുക. അങ്ങനെ നമ്മളെ മക്കളൊക്കെ പോയിട്ട് അവരുടെ സാമർഥ്യം കൊണ്ട് ക്യൂ ഒക്കെ ലംഘിച്ച്, നിയമങ്ങളൊക്കെ ലംഘിച്ച് ഈ കാര്യം സാധിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ അഭിനന്ദിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, മിടുക്കൻ, കാര്യം നേടി വന്നല്ലോ എന്ന്. പക്ഷേ ചെയ്തത് മുഴുവൻ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്, അഴിമതിയാണ്, കള്ളത്തരമാണ്. കള്ളത്തരം ചെയ്ത് അഴിമതി കാണിച്ച് കാര്യം നേടി വരുന്ന കുട്ടികളെ, മക്കളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നത് അഴിമതിയെ ഒരു സംസ്കാരമായി ഒരു സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്നതിന് ഏറ്റവും പര്യാപ്തമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നത് അതാണ്. അത് തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു ക്യൂ ലംഘിച്ചുകൊണ്ട്, ഒരു നിയമം ലംഘിച്ചുകൊണ്ട് സ്വന്തം കാര്യം നേടുക എന്നത് വലിയൊരു സാമർഥ്യമായിട്ടും കഴിവുമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതുപോലെ മുഹമ്മദ് നബിയുടെയൊക്കെ കാലത്ത് വേറൊരു ഗോത്രത്തെ പോയി കൊള്ളയടിച്ചിട്ട് അവിടെ നിന്ന് ഒരുപാട് സ്വത്ത് കൊണ്ടെന്ന് വാരിക്കൂട്ടുന്നത് വലിയ കേമത്തമായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെയൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ 100 ഒട്ടകത്തിനെ കിട്ടിയാൽ 1000 ഒട്ടകം കിട്ടിയെന്ന് എഴുതി വെക്കുന്നത്. കാരണം അന്ന് അത് വലിയ ശൂര പരാക്രമിയായ കേമത്വമായിരുന്നു, വലിയ കഴിവായിരുന്നു. അത് പോസിറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. ഇന്നതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അയ്യേ ഇതാണോ നമ്മുടെ നബി കാണിച്ചത് എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം ഇന്നത്തെ സംസ്കാരം അനുസരിച്ച് മറ്റുള്ള ഗോത്രത്തെ കൊള്ളയടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തിന്മയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഗോത്രകാലത്ത് അങ്ങനെയല്ല. അവനവൻ്റെ ഗോത്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നേട്ടത്തിന് വേണ്ടിയിട്ടും മറ്റു ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊള്ളയടിച്ച് അവരടിമകളാക്കി പിടിച്ചുകൊണ്ടിരുന്നതും അവരുടെ സ്വത്ത് വാരിക്കൂട്ടി കൊണ്ടുവരുന്നതൊക്കെ ആ കാലഘട്ടത്തിൽ വലിയ കേമത്തരമായിരുന്നു. അതുകൊണ്ടാണ് ആ കേമത്തരത്തെ അതിശയോക്തികൾ കലർത്തി ചരിത്രകാരന്മാർ എഴുതി വെച്ചത്. ആ ചരിത്രമാണ് ഇന്ന് മതങ്ങൾക്കൊക്കെ പാരയായി മാറിയിട്ടുള്ളത്. എന്താ പാരയായി മാറാൻ കാരണം? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ധാർമ്മികതയുമായിട്ട് നമ്മൾ അതിനെ തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ മോശമാണ് എന്ന് നമുക്ക് തോന്നുന്നു. അതേപോലെ തന്നെ നമ്മളിന്ന് അഴിമതി ഒരു സംസ്കാരമായി ഉൾക്കൊള്ളുന്ന നമുക്ക് ഈ അഴിമതി നിയമങ്ങൾ ലംഘിച്ച് അഴിമതി ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണെന്നും കേമത്തരമാണ് എന്നും നമ്മൾ കുടുംബങ്ങളിൽ തന്നെ ചർച്ച ചെയ്യുകയും നമ്മുടെ മക്കളെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അഴിമതി ഒരു സംസ്കാരമായി ഒരു സമൂഹം ഉൾക്കൊള്ളുന്നു. അങ്ങനെയാണ് തിന്മയും നന്മയും ഒക്കെ രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതും അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നിലനിൽക്കുന്നതും. ഈ കാര്യത്തിലൊക്കെ നമ്മളെ മക്കളെ വളർത്തുമ്പോൾ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. നമ്മൾ നിസ്സാരമായ ഒരു കാര്യങ്ങൾക്ക് പോലും നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പോലും നിയമം ലംഘിക്കുന്നതായിട്ട് നമ്മുടെ മക്കൾ ഒരിക്കലും കാണാൻ പാടില്ല, അനുഭവിക്കാൻ പാടില്ല. നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ ചെയ്ത ഒരു ചെറിയ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. മുമ്പ് ഒരു പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ചെറിയ കുട്ടിയാണ്, വലിപ്പം തീരെയില്ല. KSRTC ബസ്സിൽ മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ കോഴിക്കോട്ടേക്കും ഞങ്ങൾ 3 പേരും കൂടെ ബസ്സിൽ കയറിയ സമയത്ത് കണ്ടക്ടർ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് 2 ഫുൾ ടിക്കറ്റും ഒരു ഹാഫ് ടിക്കറ്റും എഴുതി തന്നു. മകളുടെ വലിപ്പം കണ്ടിട്ട് ഹാഫ് ടിക്കറ്റ് എഴുതി തന്നു. അപ്പോൾ മകള് ടിക്കറ്റ് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഈ ഹാഫ് ടിക്കറ്റിന് എത്ര പ്രൈസാണ് പ്രായം? അപ്പോൾ നമ്മൾ പറഞ്ഞത് 12 വയസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് 12 വയസ്സ് ആയിട്ടുണ്ടല്ലോ, 12 വയസ്സിൽ കുറവാണെങ്കിലല്ലേ കിട്ടുള്ളൂ, എനിക്ക് 12 വയസ്സ് കഴിഞ്ഞല്ലോ എന്ന് അവൾ പറയുന്നു.
ഞാൻ ഉടനെ ചെയ്തതെന്താ വെച്ചാൽ കണ്ടക്ടർ തിരിച്ചു വിളിച്ച് ഈ ഹാഫ് ടിക്കറ്റ് മടക്കി കൊടുത്തിട്ട് ഫുൾ ടിക്കറ്റ് തരാൻ പറഞ്ഞു. അവിടെ മകളോട് മിണ്ടാതിരിക്കുക എന്നാണ് സാധാരണഗതിയിൽ ഒരച്ഛൻ പറയുക നമ്മുടെ നാട്ടിൽ. മിണ്ടാതിരിക്കുക, 2 റുപ്യ ലാഭമല്ലേ എന്നാണ് പറയുക. പക്ഷേ ഞാൻ എന്താ ചെയ്തത്? 2 റുപ്യ ലാഭത്തിനേക്കാൾ എൻ്റെ കുട്ടിയെ ഒരു അധാർമികമായ പ്രവൃത്തി, ഒരു നിയമലംഘനം, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പഠിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് ചിന്തിച്ചതുകൊണ്ട് കണ്ടക്ടറെ തിരിച്ചു വിളിച്ചിട്ട് ഈ ഹാഫ് ടിക്കറ്റ് കൊടുത്ത് കണ്ടക്ടറോട് ഫുൾ ടിക്കറ്റ് വാങ്ങിച്ചു. കണ്ടക്ടർ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുക, ഇങ്ങനെയുള്ള വിചിത്ര ജീവികളുണ്ടോ എന്നർത്ഥത്തിൽ. അവിടെ നമ്മൾ 2 രൂപ ലാഭത്തേക്കാൾ നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഭാവി, കുട്ടിയുടെ ധാർമ്മിക ഭാവിയാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വെറും പുച്ഛം തോന്നും. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തെന്ന്. ഇതൊക്കെയാണ് ധാർമ്മികത കൂട്ടരെ. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടി ഒരു പഴം തിന്നു, പഴത്തിൻ്റെ തൊലി നമ്മൾ വാങ്ങിയിട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, നമ്മുടെ കാര്യം ക്ലീനായി. പക്ഷേ നമ്മളവിടെ കുട്ടിയെ പഠിപ്പിക്കുന്നത് എന്താണ്? വളരെ വലിയൊരു സാമൂഹ്യ ദ്രോഹമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ കുട്ടിയൊരു മിഠായിയോ പഴമോ തിന്നാൽ അതിൻ്റെ കടലാസോ അല്ലെങ്കിൽ അതിൻ്റെ തൊലിയോ നമ്മൾ വാങ്ങിയിട്ട് ഒരു കവറിൽ സൂക്ഷിക്കണം. എന്നിട്ട് ആ കവറ് നമ്മൾ എവിടെയാണോ വേസ്റ്റ് ബിന്ന് കാണുന്നത് അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണം. ഇതൊക്കെ കുട്ടി കാണണം. നിങ്ങൾ യൂറോപ്പിലൂടെയൊക്കെ സഞ്ചരിച്ച് നോക്കൂ. എഴുന്നേറ്റ് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ അവർ പരിശീലിപ്പിക്കുന്നത് കാണാം. ഞാൻ കണ്ടിട്ടുണ്ട് യൂറോപ്പിലൊക്കെ പോയ സമയത്ത്. അങ്ങനെ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും വേസ്റ്റ് പൊതു റോട്ടിൽ വലിച്ചെറിയില്ല, പൊതുസ്ഥലത്ത് നിക്ഷേപിക്കില്ല. വേസ്റ്റ് എവിടെ ഇടണം എന്നുള്ളത് ഈ കൊച്ചു കുട്ടി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ കുട്ടി ആ ശീലമാണ് തുടരുക. ഇങ്ങനെ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ മറ്റുള്ളവർക്കും സമൂഹത്തിനും പ്രകൃതിക്കും ഉപദ്രവം ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ ശീലങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ പരിശീലിപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കുട്ടി ധാർമ്മിക ബോധമുള്ള കുട്ടിയാവുക. അനുഭവമുണ്ട്. നമ്മുടെ കുട്ടികളൊന്നും അധാർമികമായ പ്രവൃത്തികളിലേക്കൊന്നും പോയിട്ടില്ല. ഉമ്മാൻ്റെ ശാപമൊക്കെ കാറ്റായി പോവുകയാണ് ചെയ്തത്. നമ്മുടെ പരീക്ഷണമാണ് വിജയിച്ചത്. മതം പഠിപ്പിക്കാതെ, മതം കുത്തിവെക്കാതെ, മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതെ, പഠിച്ചവനോട് പ്രാർത്ഥിക്കാതെ നമ്മുടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളായിട്ട് വളരുന്നതാണ് നമ്മൾ കണ്ടനുഭവിക്കുന്നത്. ഇന്ന് കുട്ടികളല്ല, 40-43 വയസ്സായ മധ്യവയസ്കരാണ് നമ്മുടെ മക്കളൊക്കെ. ഇതുവരെ അവരെക്കുറിച്ചൊന്നും, അവർ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു മേഖലയിൽ നിന്നും ഒരു നിസ്സാരമായ പരാതി പോലും നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. ഒരു നിസ്സാര പരാതി പോലും നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. മറിച്ച് അവരിൽ നിന്നൊക്കെ കിട്ടിയ സഹായങ്ങൾക്ക് നമ്മളുടെ അടുത്ത് വന്ന് കൃതാർത്ഥതയും നന്ദിയും അറിയിച്ചു പോയ എത്രയോ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ഇതൊന്നും പൊങ്ങച്ചം പറയുന്നതല്ല. മതവും ധാർമ്മികതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ജീവിതം കൊണ്ട് പരീക്ഷിച്ചറിഞ്ഞതിൻ്റെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയൊക്കെ ഉണ്ട് ജലീലൊക്കെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. ഇവിടെ ജലീൽ അവസാനം പ്രശ്നത്തിന് പരിഹാരമായിട്ട് വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്ന മതഭീകരവാദികളോട് പറയുന്നത് എന്താണ്, നിർദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിതൊക്കെ പരിശോധിച്ചിട്ട് ഇനിയും നമ്മൾ മതം നല്ലോണം പഠിപ്പിക്കണം എന്നല്ല. അതാണ് മതക്കാർ ഇതിനൊക്കെ കാണുന്ന പരിഹാരം. വര കത്തുന്നു, വെള്ളം ഒഴിച്ചിട്ടൊന്നും കെടുന്നില്ല, എന്നാൽ പിന്നെ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചു നോക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഏർപ്പാടാണിത്. കാരണം ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണോ ആ കാരണം കൊണ്ടല്ല പിന്നെയും ചികിത്സിക്കേണ്ടത്. കാരണം, ശരിയായ കാരണം എന്താണെന്ന് കണ്ടെത്തണം. കാരണങ്ങളുടെ കാരണങ്ങളും കണ്ടെത്തണം. അതൊക്കെ പരിഹരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. ജലീൽ ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ജലീലിൻ്റെ ഇടത്തെ കൈയിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു മനുഷ്യജീവിയുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ ആ മനുഷ്യൻ്റെ വായിലൂടെ പുറത്തു വന്നത് കേട്ടു. വയനാട്ടിൽ 500-600 മനുഷ്യർ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന സമയത്ത് മനുഷ്യരെല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് അവിടെ ആ കഷ്ടപ്പെടുന്ന മനുഷ്യരെ, ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ കയറിയിട്ട് ഇദ്ദേഹം വയലു പറയുകയാണ്, ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, നമ്മളവിടെ പോയിട്ട് അരി കൊടുക്കലും മരുന്ന് കൊടുക്കലും അവരെ മയ്യത്തുമാന്തി എടുക്കലും ഒന്നുമല്ല ജീവകാരുണ്യ പ്രവർത്തനം. അവിടെ ചക്രശ്വാസം വലിച്ച് ചാവാൻ കിടക്കുന്നവരുടെ വയലിൽ കൊണ്ടുപോയിട്ട് തൗഹീദ് തിരികെ കൊടുക്കലാണ് യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വയലു പറഞ്ഞ വൃത്തികെട്ട ജീവിയാണ് ജലീൽ ഇത് പ്രസംഗിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നത്. അവരോടാണ് ജലീൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിർദ്ദേശിക്കുന്നത്. ഏത് സമൂഹത്തിൽ ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് മനുഷ്യരൊന്നാവണം എന്ന ധാർമ്മികതയ്ക്ക് ഏറ്റവും പ്രസക്തിയും പ്രാധാന്യവുമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആശയത്തിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ മനുഷ്യനാർജിക്കേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ധാർമ്മിക ബോധത്തിന് നേരെ വിഷം ചീറ്റുന്ന ഇത്തരം വിഷജീവികളോട് നിങ്ങൾ ഈ വിഷം കൊണ്ട് ചികിത്സിച്ചിട്ട് ധാർമ്മിക പ്രശ്നം പരിഹരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് എത്ര അപഹാസ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ്
മതം ഈ ആധുനിക കാലത്ത് നമ്മളൊക്കെ ജീവിക്കുന്നത് പോലുള്ള ഒരു സമൂഹത്തിൽ മതം എത്രമാത്രം വിഷമാണ് മനുഷ്യൻ്റെ ധാർമ്മികതയ്ക്ക് മേൽ തുപ്പുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. മതം കൊണ്ട് മനുഷ്യരിൽ ധാർമ്മികത ഉണ്ടാക്കാൻ പോയാൽ മണ്ണെണ്ണ കൊണ്ട് തീ കെടുത്താൻ പോയ അനുഭവമായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ എന്തുകൊണ്ട് അധാർമികരായി തീരുന്നു? ഈ ചോദ്യം ചോദിക്കുമ്പോൾ മുസ്ലിം കുട്ടികൾ മാത്രമാണ് ഇങ്ങനെ ആയിത്തീരുന്നത്, മുസ്ലിങ്ങൾ മാത്രമാണ് ക്രിമിനലുകളാകുന്നത് എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇതാ ഇസ്ലാമോഫോബിയ എന്നൊന്നും പറഞ്ഞ് ആരും വരണ്ട. എല്ലാ സമൂഹങ്ങളിൽ നിന്നും ക്രിമിനലുകൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാ സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള തിന്മകൾ ഉണ്ടാവുന്നുണ്ട്. ആ തിന്മകൾ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ജനസംഖ്യയുടെ അനുപാതം അനുസരിച്ചാണ്. ആ ജനസംഖ്യാനുപാതം തെറ്റിച്ചുകൊണ്ട് ഏതെങ്കിലും വിഭാഗം അധാർമിക പ്രവൃത്തിയിൽ മുന്നിട്ട് നിൽക്കുന്നതായി കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടി പ്രത്യേകം പരിശോധിക്കപ്പെടണം. അതാണ് ജലീലും ഒക്കെ പറഞ്ഞ കാര്യം. ഇത് ജലീൽ മാത്രം പറഞ്ഞതല്ല. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലെയുള്ള മൗദൂദി നേതാക്കൾ മാധ്യമത്തിൽ 3-4 തവണ ഇതേ ആശയം വെച്ച് ലേഖനം എഴുതിയത് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. വേറെയും പലരും എഴുതിയിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്. പല കാലത്തും കണക്കുകൾ വെച്ചുകൊണ്ട് ഡാറ്റ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? മുസ്ലിങ്ങളൊക്കെ ക്രിമിനലാകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന എത്രയോ നല്ല കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുടുംബങ്ങളുടെ സാഹചര്യങ്ങൾ നമ്മൾ പോയി പരിശോധിച്ചിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ നല്ല സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വരുന്നത്. എന്നാൽ മതം കൊണ്ട് മാത്രം മനുഷ്യരിൽ ധാർമ്മികത ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയും അത് കുത്തിച്ചെലുത്തുകയും ചെയ്യുന്ന മതഭ്രാന്തുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ ക്രിമിനലുകളായി തീരുന്നുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. മതമല്ല മനുഷ്യരിൽ ധാർമ്മികത ഉണ്ടാക്കുന്നത് എന്ന് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല മനുഷ്യൻ്റെ ധാർമ്മികത നിലകൊള്ളുന്നത്. മനുഷ്യൻ ധാർമ്മിക ജീവിയായി ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമേ അല്ല, അത് മനുഷ്യൻ്റെ ആവശ്യമാണ്. അത് മനുഷ്യരിൽ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഞാൻ മറ്റുള്ളവർ എന്നോടെങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ മറ്റുള്ളവരോടും ഞാൻ പെരുമാറേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മൾ ഓരോ കുട്ടിയിലും ഉണ്ടാക്കേണ്ടത്. ആ തിരിച്ചറിവിൽ നിന്നാണ് ധാർമ്മികത ഉണ്ടാവേണ്ടത്. ധാർമ്മികത മനുഷ്യനും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആകാശത്തെവിടെയോ ഒളിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന് മനുഷ്യർ ധാർമ്മിക ജീവിയായി ജീവിച്ചതുകൊണ്ട് ഒരു ചുക്കും കിട്ടാനില്ല. മനുഷ്യർ അധാർമിക ജീവിയായി ജീവിച്ചതുകൊണ്ട് അങ്ങേർക്കൊരു നഷ്ടവും വരാനില്ല. നഷ്ടം വരാനുള്ളത് മനുഷ്യർക്കാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹത്തിനാണ്, വ്യക്തികൾക്കാണ്. വ്യക്തികൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ് വ്യക്തികൾക്ക് നഷ്ടമുണ്ടാവുന്നത്. ഞാനൊരു അധാർമിക ജീവിയാണ് എന്ന് എനിക്ക് ചുറ്റുമുള്ള സമൂഹം മനസ്സിലാക്കിയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാനാണ് അനുഭവിക്കേണ്ടി വരും. മറിച്ച് ഞാനൊരു ധാർമ്മിക ജീവിയാണ്, ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല, ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഈ മലപ്പുറം ജില്ലയിൽ ഈ മലപ്പുറത്ത് ദൈവമില്ല എന്നും ഈ മതം തെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് 10-50 കൊല്ലം ജീവിച്ചു എങ്കിൽ ആരും നമ്മുടെ തല കൊയ്യാൻ വന്നില്ല എങ്കിൽ അതൊരു അവരുടെ ഔദാര്യം മാത്രമല്ല കാരണം, മറിച്ച് നമ്മൾ ഈ സമൂഹത്തിൽ പെരുമാറിയത് എങ്ങനെയെന്നത് വളരെ പ്രസക്തമാണ്. ധാർമ്മികമായി ജീവിക്കുന്ന ഒരാൾ, അയാളുടെ ആശയത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ ആളുകൾ ബഹുമാനിക്കും, ആളുകൾ ആദരിക്കും, ഇഷ്ടപ്പെടുമെന്നാണ് ഞാനൊക്കെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. മറിച്ച് ധാർമ്മികത കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന, ഇൽമു പഠിപ്പിക്കാനിരിക്കുന്ന ഉസ്താദ് ആ കുട്ടികളെ തന്നെ പിടിച്ചു കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ ഉസ്താദുമാർ വിളിച്ചു പറയുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായി ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അവരെല്ലാവിധ കള്ളത്തരങ്ങളും ചെയ്യുകയും ഈ മതം വിറ്റ് അവർ കാശുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ കണ്ട് ധാർമ്മികത പഠിക്കുന്ന ആളുകൾ, കുട്ടികൾ അവരെ പോലെ ആയിത്തീരും. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്ന് പരിശോധിച്ചാൽ അവരുടെ ഉസ്താദുമാർ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ആർക്കും എവിടെ നിന്നും യഥാർത്ഥ ധാർമ്മികതയുടെ പാഠങ്ങൾ ലഭിച്ചില്ല, പരിശീലനം ലഭിച്ചില്ല. അവരെല്ലാവരും ഇതൊക്കെയാണ് കണ്ട് അനുഭവിച്ചു പോകുന്നത്. അതുകൊണ്ട് അതൊക്കെയാണ് ധാർമ്മികത എന്ന് അവർ മനസ്സിലാക്കി, അതനുസരിച്ച് അവർ ജീവിക്കുന്നു, അതനുസരിച്ച് അവർ കൈകാര്യം ചെയ്യുന്നു. അത് കണ്ട് വളരുന്ന കുട്ടികൾ അവരെ പോലെയാവുന്നു. ആരുടെ കുറ്റം? അപ്പോൾ എവിടെയോ പ്രശ്നമുണ്ട്, എവിടെയോ തകരാറുണ്ട്. ആ തകരാറ് പരിഹരിക്കണമെങ്കിൽ യഥാർത്ഥ പ്രശ്നം എന്താണ്, യഥാർത്ഥ കാരണം എന്താണ് എന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തണം. അതിനാദ്യം നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് നിന്ന് ഈ 6-ാം നൂറ്റാണ്ടിലെ ഇരുട്ടിൻ്റെ ആശയങ്ങളെ തൽക്കാലമെങ്കിലും എടുത്തു മാറ്റിയിട്ട് നമ്മൾ പരിശോധിക്കാൻ തയ്യാറാവണം. മുസ്ലിം സമൂഹത്തിൽ ക്രിമിനൽ കുറ്റങ്ങളും ഇതുപോലുള്ള അധാർമിക പ്രവർത്തനങ്ങളും താരതമ്യേന കൂടുതലായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ ആ രീതിയിൽ തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ഒരു 4 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പത്രവാർത്തകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്.
അത് കാണിച്ച് എന്നെ മുസ്ലിം വിരുദ്ധൻ എന്ന് ചാപ്പ കുത്താൻ അത് ഉപയോഗപ്പെടുത്തിയ മഹാന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അന്ന് ഞാൻ ഇതിന് പരിഹാരമായി ഒരു തമാശ പറഞ്ഞിരുന്നു. ആ തമാശ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം നിർത്താം. എന്താ തമാശ പറഞ്ഞത്? നിങ്ങളൊരു 25 കൊല്ലത്തേക്ക് നിങ്ങളുടെ മദ്രസ പഠനം, നിങ്ങളുടെ മത ഉത്ബോധനങ്ങളും എല്ലാം ഒന്ന് നിർത്തിവെക്കുക, ഒക്കെ ഒന്ന് ലോക്ക്ഡൗൺ ചെയ്യാം. ഈ 25 കൊല്ലത്തേക്ക് നിങ്ങൾ ഈ മതം പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒന്ന് നിർത്തിവെക്കുക. വയലു പറച്ചിൽ നിർത്തുക, കുത്തുബ പറച്ചിൽ നിർത്തുക, മദ്രസകൾ പൂട്ടുക. നിങ്ങൾ ഈ മതം പഠിപ്പിക്കാതെ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്തു നോക്കുക. 25 കൊല്ലം കഴിഞ്ഞാൽ ആ കാലയളവിൽ ജനിച്ചു വളർന്ന കുട്ടികൾ ഇന്നത്തെക്കാൾ മെച്ചപ്പെട്ട ധാർമ്മികത പുലർത്തും. കേരളത്തിൻ്റെ പൊതു ധാർമ്മികത, അതായത് മതം പഠിപ്പിക്കാത്ത സമൂഹത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു ധാർമ്മികത ഉണ്ടല്ലോ, ആ ഒരു നിലവാരത്തിലുള്ള ധാർമ്മികതയെങ്കിലും ആ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. അതിലും കുറഞ്ഞ ധാർമ്മികത കാണുന്നു എന്ന കരച്ചിൽ എന്തുകൊണ്ടാണ് എന്ന് അപ്പോൾ മനസ്സിലാവും. കാരണം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ലിയാഖത്ത് അലിയൊക്കെ വളരെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഈ മതം ധാർമ്മികത എന്ന പേരിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മളൊരു സമൂഹത്തിൽ ഗൗരവതരമായി കാണേണ്ട ധാർമ്മിക വിഷയങ്ങളൊക്കെ നിസ്സാരമായി തള്ളിക്കളയുകയും വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട അപ്രസക്തമായ കാര്യങ്ങളും അതിഭീകരമായ ഗൗരവതരമായിട്ടുള്ള ധാർമ്മിക പ്രശ്നങ്ങളായി കാണുകയും ചെയ്യുന്നു എന്നതാണ് മതധാർമ്മികതയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം. അതാണ് ജലീലിൻ്റെ അടുത്ത കൈഹിൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യനൊക്കെ ആ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് വിളിച്ചു പറഞ്ഞത്. ഈ തൗഹീദ് ശിർക്ക് പോലുള്ള വൃത്തികേടുകൾ തന്നെയാണ് മുസ്ലിം സമൂഹത്തെ അധാർമിക ജീവികളാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. പടച്ചോൻ അല്ലാത്ത വേറെ ആരെങ്കിലും, വേറെ പടച്ചോന്മാരെ ആരാധിക്കുന്നുണ്ടോ, അവരെ വിളിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നാണ് അവിടെ പ്രധാനമായിട്ടും കണ്ണിയിൽ എണ്ണയൊഴിച്ചിട്ട് ഈ പടച്ചോൻ ആകാശത്തിൻ്റെ മുകളിൽ ഒളിച്ചിരുന്നിട്ട് നോക്കുന്നത്. അങ്ങനെയുള്ളവരെ പിടിച്ച് കത്തിക്കാനാണ് മൂപ്പർ അടുപ്പും കൂട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള എന്ത് തെറ്റ്, നിങ്ങൾ മനുഷ്യരോട് എന്ത് തെറ്റ് ചെയ്താലും മൂപ്പരവിടെ പൊറുക്കലിൻ്റെ സൂപ്പർ മാർക്കറ്റും തുറന്നിരിക്കുകയാണ്. പൊറുക്കാനുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട്. ഖുറാനിലൊക്കെ അതാണ്, പൊറുക്കലാണ്, എപ്പോൾ നോക്കിയാലും പൊറുക്കൽ. ഈ പൊറുക്കലിൻ്റെ പടച്ചോനും ഈ അപ്രസക്തമായ തൗഹീദ് ശിർക്ക് പോലെയുള്ള വാദങ്ങളും ഒക്കെ ഉയർത്തുന്നത് കൊണ്ട് മനുഷ്യനോട് ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ധാർമ്മികത എന്ന അടിസ്ഥാന തിരിച്ചറിവും ഈ സമൂഹത്തിന് ഇല്ലാതെ പോവുകയും അവർ മനുഷ്യരോട് എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, രാജ്യത്തോട് എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, സമൂഹത്തോട് എന്ത് തെറ്റുകൾ ചെയ്താലും കുഴപ്പമില്ല, അതൊക്കെ പടച്ചോൻ പുറത്തോളും, പടച്ചോന് കൊടുക്കാനുള്ളത് ഇങ്ങനെ കുറേശ്ശെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇടക്കൊന്ന് ഉംറ ചെയ്യുക, ഇടക്കൊന്ന് ഹജ്ജ് ചെയ്യുക, ഇടക്കൊന്ന് ദിക്റ് ചെല്ലുക, ഇടക്കൊന്ന് നിസ്കരിച്ചു കൊടുക്കുക, വേറെ പടച്ചോന്മാരെ ആരാധിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂപ്പരുടെ കാര്യം ലെവലാക്കി തരും, മൂപ്പര് കള്ളും പെണ്ണും തരും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മനുഷ്യരിൽ ധാർമ്മികത ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, വളരെ വികലമായ ധാർമ്മിക ബോധമാണ് രൂപപ്പെടുക. ആ വികലമായ ധാർമ്മിക ബോധം രൂപപ്പെടുത്തുന്നു എന്നതാണ് മതം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. ആ ദ്രോഹത്തിൻ്റെ ഇരകളാണ് ഈ സമൂഹം. ഇവിടെ വീമ്പ് പറഞ്ഞുകൊണ്ട് യുക്തിവാദികളെയും മതവിമർശകരെയും ഒക്കെ നേരിടുന്ന ആളുകളോട് പറയാനുള്ളത്, മതത്തിലൂടെയാണ് മനുഷ്യർക്ക് ധാർമ്മികത ലഭിക്കുന്നത് എങ്കിൽ മതമില്ലാത്ത മനുഷ്യരൊക്കെ ധാർമ്മികതയില്ലാത്തവരായി പോകും എന്ന നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കരയുന്ന ഒരു കരച്ചിലിൻ്റെ ഗതികേട് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ ഇസ്ലാമിൻ്റെ ആളുകൾ മതം എന്നല്ല ഇസ്ലാം എന്നാണ് പറയുന്നത്. ഇസ്ലാം അല്ലാത്ത ഒരിടത്തും ഒരു ധാർമ്മികതയില്ല എന്ന മട്ടിലാണ് അവർ കാര്യങ്ങൾ പറയുക. എന്നാൽ കാണുന്നത് ഇസ്ലാമിക സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ അധാർമികത കാണപ്പെടുന്നത്. അതിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? അത് പഠിക്കണമെന്നാണ് ഈ മതജീവികളോട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. മതമല്ല മനുഷ്യൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനമാക്കേണ്ടത്, മറിച്ച് മനുഷ്യനും തമ്മിലുള്ള സാമൂഹിക ബന്ധമാണ്. ആ സാമൂഹിക ബന്ധത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഘടന എന്താണ്, സമൂഹത്തിൻ്റെ സ്വഭാവം എന്താണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഘടന എന്താണ്, നമ്മളുടെ പൊതു ധാർമ്മികത എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പ്രാഥമികമായ പാഠങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത്. അതല്ലാതെ മതം കുത്തിവെച്ച് മനുഷ്യർക്കിടയിൽ സങ്കുചിതമായിട്ടുള്ള വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യനെ വെറുക്കുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടേതുപോലുള്ളൊരു സമൂഹത്തിൽ ഒരു ധാർമ്മിക സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.